അപ്രഖ്യാപിത പവർ കട്ടല്ല, ഡ്രിപ്പാകുന്നതാണെന്നാണ് മന്ത്രി പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു രാത്രികളായി തുടർച്ചയായി എല്ലാ ജില്ലകളിൽ നിന്നും സമാനമായ പരാതികൾ ഉയരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മുതൽ രാത്രി 12:30 വരെ 15 മിനിറ്റ് വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കി. പോകും പോകും വരും വരും പോകും. ഇനി പോക്ക് പറയാൻ എന്നോട് ചോദിച്ച അമ്മച്ചിയാണ്. വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള മേഖലകളിലാണ് ഈ വൈദ്യുതി നിയന്ത്രണം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 12:30 വരെയുള്ള സമയത്താണ് ഈ വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള മേഖലകളിൽ ഈ നിയന്ത്രണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. പവർ കട്ടല്ല, സ്വാഭാവിക നിയന്ത്രണമാണ്. അയാളെ വിളിച്ചത് ഇയാള് ചെയ്യണ ഒരു കർമ്മവും വിജയിക്കില്ല, ഇതോടെ ബോധ്യമായല്ലോ. ജനങ്ങൾക്കിടയിൽ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സ്വയം ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് പൊതുജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമെന്ന് പറയുന്നത്. ഇനി റിലീസാകാത്ത പുളിച്ച തെറികൾ എന്നോട് പറയിപ്പിക്കരുത്. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? കൊടും ചൂടിൽ ഫാനോ എയർ കണ്ടീഷനോ ഇല്ലാതെ ഒരു നിമിഷം പോലും മുറിക്കുള്ളിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എനിക്കാണെങ്കിൽ AC ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാണ്ടായി. രാത്രിയുടെ നേരിയ തണുപ്പിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന സാധാരണക്കാരന് ഇരട്ടടിയാവുകയാണ് സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണങ്ങൾ. അയ്യോ, എന്റെ കാഴ്ച കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. നിങ്ങടെ വരുവോ? ചൂടേ ഉരുക ഉരുക. 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന പവർ കട്ടുകൾ ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലെയും ഒരു നിത്യ സംഭവമായി മാറി. ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി. നിക്കാൻ പറ്റില്ല. എന്ത് പറ്റി? ഇയാൾക്കെന്തൊരു മൂഡ് ഔട്ട് പോലെ? ഔട്ടാണ് സാറേ. മൂഡ് മാത്രമല്ല, മൂഡും അതിന്റെ നെയ്ബേഴ്സും ഒക്കെ ഔട്ടാണ്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി, മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.